പശ്ചിമേഷ്യയിൽ നീണ്ട 13 ദിവസമായി അമേരിക്ക നടത്തിവന്ന ഏകപക്ഷീയമായ വ്യോമാക്രമണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇറാനിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന അടിയന്തര നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി പ്രകടമായതിനെ തുടർന്നാണ് ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട ട്രംപ് ഭരണകൂടം തങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിരാമമിടാൻ നിർബന്ധിതരായത്. അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ പോർട്ടലായ ആക്സിയോസ് ആണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. പരമാധികാര രാഷ്ട്രമായ ഇറാനുമേൽ അമേരിക്ക അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വിനാശകരമായ സൈനിക സമ്മർദ്ദം പൂർണ്ണമായും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നാടകീയമായ പിൻവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്ര വാണിജ്യ പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും സുരക്ഷിതമായി തുറന്നു പ്രവർത്തിക്കുന്നതിനാലാണ് ഒമാനി പ്രതിനിധി സംഘം ഇറാനിൽ നടത്തുന്ന ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വന്തം അതിർത്തിയും വിഭവങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ കാണിച്ച വിട്ടുവീഴ്ചയില്ലാത്ത ഉറച്ച നിലപാടാണ് മേഖലയിൽ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ച അമേരിക്കൻ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായത്. വ്യാജാവകാശവാദങ്ങളുമായി ഇറാനെ ആക്രമിച്ച അമേരിക്കൻ സൈന്യം ഒടുവിൽ നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് തിരിച്ചെത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് ണെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ജൂലൈ 25-ന് ആസൂത്രണം ചെയ്തിരുന്ന പുതിയ ആക്രമണ പദ്ധതികളെല്ലാം അടിയന്തരമായി നിർത്തിവെക്കാൻ ട്രംപ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് ഉത്തരവിടുകയായിരുന്നു. അമേരിക്കൻ സൈനിക പ്രകോപനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഇറാന്റെ ദൃഢനിശ്ചയമാണ് അമേരിക്കയെ തീരുമാനത്തിലേക്ക് നയിച്ചത്. വെടിനിർത്തലിനും നയതന്ത്ര ചർച്ചകൾക്കുമായി ഒമാൻ തയ്യാറെടുക്കുന്ന കരാറിന് വാരാന്ത്യത്തോടെ അന്തിമരൂപം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ കൊണ്ട് ഇറാനെ കീഴടക്കാമെന്ന അമേരിക്കൻ നീക്കങ്ങൾക്കാണ് ഇതോടെ അന്ത്യമായത്. ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്ക ഇപ്പോഴും ഹ്രസ്വകാല അറിയിപ്പിൽ ആക്രമണം പുനരാരംഭിക്കാനായി പോരാട്ട സേനകളെ ജാഗരൂകരാക്കി നിർത്തിയിട്ടുണ്ട്. തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടാനാകാതെ പരാജയപ്പെട്ട വൈറ്റ് ഹൌസ് ഈ സൈനിക വിരാമത്തെക്കുറിച്ചുള്ള വാർത്താ ഏജൻസികളുടെ ഔദ്യോഗിക ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. തുടർച്ചയായി ബോംബുകൾ വർഷിച്ചിട്ടും ഇറാനിയൻ ജനതയുടെയും ഭരണകൂടത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമേരിക്കൻ യുദ്ധതന്ത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇറാനെതിരെയുള്ള അധിനിവേശം കൂടുതൽ സങ്കീർണമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് തങ്ങളെ വലിച്ചഴിക്കുമെന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. സ്വയം പ്രതിരോധത്തിൽ ഇറാന്റെ സന്നദ്ധത അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞു. തങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാനികളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ട്രംപിന് തന്നെ പരസ്യമായി തുറന്നു പറയേണ്ടി വന്നു. ദിവസങ്ങൾ കഴിയുന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ നയതന്ത്ര സംഭാഷണങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ട്രംപിന്റെയും അമേരിക്കയുടെയും ഈ പെട്ടെന്നുള്ള പിന്മാറ്റം അവരുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിനെ പൂർണ്ണമായി ഞെട്ടിക്കുകയും നിരാശരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെ വലിയ സൈനിക നീക്കം സ്വപ്നം കണ്ടിരുന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ നിലപാടില്ലായ്മയിൽ കടുത്ത അമർഷത്തിലാണ്. അമേരിക്കൻ അധിനിവേശ സൈന്യത്തിന്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഇസ്രായേൽ സേന ദിവസം മുഴുവൻ അതീവ ജാഗ്രതയിൽ കഴിഞ്ഞെങ്കിലും ഒടുവിൽ ആക്രമണം റദ്ദാക്കിയ സന്ദേശമാണ് അവർക്ക് ലഭിച്ചത്. ഇറാനിയൻ പ്രതിരോധ ശേഷിക്ക് മുന്നിൽ അമേരിക്കൻ ഭീഷണികൾ തകർന്നടിഞ്ഞതിന്റെ തെളിവാണ് ഈ ശാന്തത. അതേസമയം US സെൻട്രൽ കമാൻഡ് തങ്ങളുടെ പതിവ് സൈനിക നടപടികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പ്രഖ്യാപിക്കാനാകാതെ മിണ്ടാതിരിക്കുകയാണ്. ദിവസേന യുദ്ധവിവരങ്ങൾ ആഘോഷമാക്കിയിരുന്ന അമേരിക്കൻ മാധ്യമങ്ങൾക്കും ഇതോടെ വായ്മൂടി കെട്ടേണ്ടി വന്നു. ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് നയതന്ത്ര മേഖലയിൽ ഇറാൻ മേൽക്കൈ നേടുമ്പോൾ തോറ്റുമടങ്ങേണ്ടി വന്ന അധിനിവേശ ശക്തിയായി അമേരിക്ക ലോകത്തിനു മുന്നിൽ മാറിയിരിക്കുകയാണ്.